കുഞ്ഞാപ്പോ എവിടോ? അല്ലേ ഞാനിവിടെ കണ്ട് അന്നല്ലേ കാണാൻ കിട്ടാത്ത പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഇവിടെ തന്നെ കുടിക്കുക. എത്ര ദിവസമായി കുഞ്ഞാപ്പ എന്നെ കണ്ടിട്ട്? എന്നോട് പറയാൻ ബാവാ ഇമ്മ പറഞ്ഞിക്കണേ എന്നോട് ആരായിട്ട് മുണ്ടാനും പിടിക്കാനൊന്നും പോണ്ട. അതെന്താ? ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ കെണിയും പിത്തനാന്ന് പറയും. ആ എടാ എന്നോട് പറഞ്ഞ ഞാൻ കാര്യല്ലേ പറഞ്ഞത്. എന്താ പറഞ്ഞത്? കെണി പിത്തിനെ പറയാന്? അതെ നബീസാത്തെ ഒരു മരിയോളെ പറ്റിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. മരിയോൾ നേരത്തെ എനിക്കൊന്നുമില്ല അത്ര പാവാണ് നബീസാത്താ. അത് ആരോണ്ടും പറയണ്ടെന്നും പറഞ്ഞിരിക്കണേ. അത് ഞാനിപ്പോ മോനെ ജാനുവച്ച് വരുമ്പോ ജാനുവച്ചിനോട് പറഞ്ഞു നബീസാത്ത മരിയോളെ പറ്റി എന്തൊക്കെ പറഞ്ഞിരിക്കണേ. അത് ജാനുവച്ചല്ലേ സാധനം. ജാനുവച്ച് നേരെ ഇട്ടിട്ട് മരിയോളോട് എന്ന് പറഞ്ഞു. മരിയോളോട് പറഞ്ഞ എന്താ വെച്ചാണ്ടാ എന്റെ ഉമ്മ വേറെ ആരോടും പറഞ്ഞ കുഴപ്പമുണ്ടായിരുന്നില്ല. ആ കുഞ്ഞാപ്പൂനോടാണ് പറഞ്ഞേക്കണത്. അത് നടന്ന് നീ വീസൂന്ന്. അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നമായിപ്പോ ഞാൻ ചെന്നപ്പോ നബീസാത്ത എന്നൊക്കെ ചായ തരുന്ന നബീസാത്ത മുണ്ടണില്ല. ഞാൻ മരിയോളായിട്ട് നല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നബീസാത്താണ്ട് പറഞ്ഞു എന്താണെങ്കിൽ നിങ്ങള് മരിയോള് ചായ സാധനമാണ്, നിങ്ങള് പാവാന്നൊക്കെ പറച്ചിലുണ്ട്. അപ്പൊക്കെ ചായ തരലുണ്ട്. ഈ ജാനവത്തി കെണിയും പിത്തനും ഉണ്ടാക്കിയ കാരണം നബീസാത്ത ഇന്നെ പറയാത്ത ഇല്ല. നാളാ എല്ലായിടത്തും നടന്ന് പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞു ജാനവച്ചിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇമ്മാനോട് പറഞ്ഞു. ഇമ്മ അനങ്ങ ഒരു 3-4 ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഓര് പറയാം ഞാൻ ഇമ്മയും മോനും കെണിയും പിത്തനും ഉണ്ടാക്കി നടക്കും. എങ്ങനെ പറയാതിരിക്കുക? പറഞ്ഞിട്ടില്ലടാ. കെണിക്ക് ഇതന്നെ പറഞ്ഞ പോരാ ജാനവച്ചിയാടാ ഞങ്ങളല്ലേ പോയത്. ഇപ്പൊ എന്നിട്ട് മോനെ അതിന്റെ ദിവസം നബീസാത്താന്റെ മരിയോളും നബീസാത്തിനും തെറ്റി. എന്നിട്ട് ഓരോ വിലയേക്ക് ഇപ്പൊ പറഞ്ഞിട്ടാക്കിക്കണത് ഉമ്മയും മോനും കൂടി കുടുംബം കലക്കി. ഞങ്ങൾ അത്ര കലക്കിയത്. എന്തിനാ കുഞ്ഞാപ്പ് ഇല്ലാത്തൊക്കെ പറയാൻ നടക്കണേ? ഇല്ലാത്ത എല്ലാടോ നബീസാത്ത എന്നോട് പറഞ്ഞതാ. പറഞ്ഞ് വേറെ ആളോട് പറയാൻ പാടില്ലല്ലോ. ജാനുവച്ചിനോടല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആരോടും പറയാൻ പാടില്ല. ഒരാള് വിശ്വസിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞാല് അല്ലാത്ത കഷ്ടായില്ലേ. ഇപ്പൊ അതൊക്കെ മുടങ്ങിയില്ലേ? എന്റെ ചായ ഇല്ലാതായടാ. ചായ കിട്ടുന്നത് ഇല്ലാതായത് വിഷമായത്. ഇടക്കൊക്കെ ചായ ഒക്കെ തരാടാ. പിന്നെ ഓരോടെ എന്തെങ്കിലും ബാക്കിയായി ഇന്നെ വിളിച്ചെടുത്തു. അതൊക്കെ പോയില്ലേ? ഉമ്മ പറഞ്ഞു എന്നോട് പല്ലും ചെറിയ കൊത്തിക്കാം. കുറച്ച് ഒതുക്കിയേക്കണ്ടേ? അപ്പൊ എന്നോട് പറഞ്ഞേക്കണ് വലിയ വലിയ എന്നെ കൂട്ടുകാട്ടി നടക്കൊന്നും വേണ്ട. അതാണ് ഇവിടെ തന്നെ തിരുമ്പിട്ട് നാളെ കണ്ടപ്പോ ഓടിയില്ലേ. പാത്രം കഴുകൽ തിരുമ്പലൊക്കെയാണ് പോണേ. ഇപ്പൊ ഈ പണി വെച്ചാണ്ടാ ഇമ്മ പണിക്കോ ഞാൻ തിരുമ്പി. ഇപ്പൊക്ക് ഉമ്മ എന്നോട് പറയാനേ ആവാ ഇമ്മക്ക് ചോറൊക്കെ പഠിപ്പിച്ചന്ന്. ഇപ്പൊ ചോറൊക്കെ പഠിപ്പിച്ചന്ന് കൂട്ടാൻ ഇമ്മ രുചി ഉണ്ടാക്കണ്ട. കൂട്ടാൻ ഞാൻ ഉണ്ടാക്കിട്ട് ഇപ്പൊക്കെ കൂടിയിട്ട് ഇപ്പ് കൂടി. അപ്പൊ ഉമ്മ പറഞ്ഞായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി ഇജ്ജ് ചോറൊക്കെ വെച്ചപ്പോ ഉമ്മ പണിക്ക് എന്തായാലും ഉമ്മ രുചി എന്തായാലും എന്നെ ഇനി എന്താ പറഞ്ഞാൽ ഇജ്ജ് പണിക്ക് പോകില്ല. അപ്പൊ ഇജ്ജ് ഇങ്ങനത്തെ ഒക്കെ ചെയ്തോ പറഞ്ഞു. ഇനി എന്നോട് പറഞ്ഞു പല്ലും ചെറിയ കൊത്തിക്കോ അങ്ങോട്ടൊന്നും ഇനി പോണ്ടായിരുന്നു. ഇക്കാണെങ്കിൽ അവിടത്തേക്ക് പോയിട്ട് ജാതി പോയി പറ്റുകൂടി മുണ്ടിക്കോ. എന്റെ ബുദ്ധിമോശം കൊണ്ട് പറഞ്ഞാർന്നാളെ അത് നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമോശം കൊണ്ട്. നാള് പ്രശ്നം ഉണ്ടായില്ലേ? ഇതേമാതിരി മരിയോളൊക്കെ തന്നെ അന്ന് മരിയോള് ഇന്ന നല്ല കമ്പനി ചെയ്യുന്നു. അപ്പൊ മരിയോള് അവളെ അമ്മാനെ പറ്റി പറഞ്ഞു. അമ്മായിമാനെ പറ്റി പറഞ്ഞോട് പറഞ്ഞു. അന്ന് പിന്നെ എന്നിട്ട് ആ പണിയത്തി മുണ്ടേലില്ല. ഇപ്പൊ നബീസാത്ത കമ്പനി ചെയ്യുന്നു. ഇപ്പൊ നബീസാത്തി മുണ്ടണിച്ചോടൂ. രണ്ടാളും തെറ്റി. ആശാത്താനോട് പോയേക്കണം. ഒന്നും പറയില്ല. അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടൂലടാ. നോമ്പൊക്കെയല്ലേ വരുന്നത്. അപ്പൊ ഐഡിയും ഇതൊക്കെ തരൂലേ, കൈയൊക്കെ തരൂലേ. ഇനിയിപ്പൊ അതൊക്കെ കഴിഞ്ഞറിയാൻ നല്ലപോലെ കഴിഞ്ഞാ പിന്നെ തുടങ്ങാം. അല്ല പിന്നെ തുടങ്ങണ്ടല്ലേ? എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞാപ്പ്. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നോട്. ഇജ്ജിപ്പോ എവിടെയാണ് നാളൊക്കെ ദുബായി പോയിന്നാ? ഞാൻ ദുബായില് ഞാൻ ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാനാ വന്നത്. മുട്ടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അന്നെ പുറത്തേക്ക് കാണണ്ടേ, നല്ല കിട്ടുള്ളൂ. നാളെ വരും കൊണ്ടിട്ടാ.
മുട്ടായി തരണമെങ്കിൽ പുറത്ത് കാണണോ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി കൂടി അങ്ങനെ ഞാൻ ഇന്നലെ വന്നിട്ട് കുറെ നോക്കി തന്നെ ശരി വെറുതെ അല്ല എന്നെ കാണാത്തത്. അല്ല ഞാൻ അന്നെ കാണാത്ത കാരണമാണ് എനിക്ക് ഇന്നെ കാണാത്തത്. ഇന്നും കൊണ്ടേക്കട ഉപയോഗിക്കുമ്പോ ഇന്നൊരു ദിവസം ഉപയോഗിക്കൊണ്ടേക്കട്ടെ കൊണ്ടുപോയിട്ട് അവിടെ അരിവളായിട്ട് ഗണിമിത്തിനൊക്കെ പറഞ്ഞിട്ട് ഇന്റെ പണി കളയാനാവും അല്ലേ? അറബികളായിട്ട് ഗണിമിത്തിന് പറഞ്ഞു കൊടുത്തിട്ട് അതിന് ഓർക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ, മലയാളം അറിയില്ല. അതൊക്കെ അവിടുന്ന് പഠിക്കൂലേ? എന്നോട് ആരെ പറഞ്ഞു? പ്രകാശം പറഞ്ഞു ഓന് ദുബൈക്ക് പോയിട്ട് പെട്ടത്രേ. ഓർക്ക് മലയാളം എന്നാലും എന്നെ കണ്ടല്ലോ ഒന്ന്, അത് മതി. ഓരോ കാലങ്ങൾക്ക് ശേഷം ഒന്ന് കണ്ടല്ലോ. നാളെ വരുന്നട്ടാ, നാളെ നോക്കട്ടെ. അവിടെ നെല്ലൊക്കെ കൊയ്തടാ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടെ പോയി ആയിക്കോട്ടെ. വരാൻ നോക്കാന് വരില്ലേ? വരാൻ നോക്കാം. ഇനിയിപ്പോ എന്റെ അമ്മ വന്നിട്ട് കുടിക്കണ്ടേ? എവിടെ? അവിടെ എനിക്ക് വേണ്ടല്ലേ, ഞാൻ കുടിക്കട്ടെ? എനിക്ക് വേണ്ട, ഇജ്ജ് കുടിച്ചോ. ഇജ്ജ് കുട്ടിയായല്ലേ, പോയിക്കോ. ഞാൻ കുടിച്ചോണ്ടേ ഞാൻ കാരണം ഇജ്ജ് കുടിക്കാതിരിക്കണ്ട. ഞാൻ നിക്കണ കാരണം എന്റെ കൊതി വേണ്ട. വേൻ തിരുമ്പിട്ടേ എന്നായിക്കോട്ടെ.